തലയിൽ നിന്നൊരു ചാണുയരത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന കട്ടിച്ചെമ്പ് കൊണ്ട് നിർമ്മിതമായ മഹ്ശറ എന്ന അതിഭീകരമായ പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും അത്രയും ചൂടുള്ള ഒരു തറ ആർക്കും അഭിമുഖീകരിക്കേണ്ടി വരില്ല. അത്ര കഠിനമായ കട്ടിച്ചെമ്പ് കൊണ്ട് നിർമ്മിതമായ വെട്ടിത്തിളയ്ക്കുന്ന ചൂടുള്ള തറയിൽ ഓരോ മനുഷ്യനും അവരുടെ പാപത്തിന്റെ കണക്കനുസരിച്ച് ചിലരുടെ പാദങ്കാല് വരെ, ചിലരുടെ മുട്ടുവരെ, ചിലരുടെ അരവരെ ഇങ്ങനെ വിയർക്കുകയാ. വിയർപ്പ് ചിലരുടെ അരവരെ എത്തുന്നു, ചിലരുടെ നെഞ്ചുവരെ വിയർപ്പെത്തുന്നു, ചിലരുടെ കഴുത്ത് വരെ വിയർപ്പെത്തുന്നു. പാപത്തിന്റെ വർധനവനുസരിച്ച് ചിലര് വെട്ടിത്തിളയ്ക്കുന്ന വിയർപ്പിനകത്ത് മുങ്ങിത്താണ് കൊണ്ടിരിക്കുന്നു. ആ വിയർപ്പിൽ കിടന്നിങ്ങനെ മനുഷ്യൻ മുങ്ങിത്താണ് കൊണ്ടിരിക്കുക. അതിഭീകരമായ ചൂടാ, അതിഭീകരമായ ചൂടാ. ആർക്കും ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത തറയാണ് മക്കളെ. ആർക്കും ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത ചൂടാണ്. അബ്ദുൽ നാസർ മഅ്ദനിക്കൊരു വിഷമം വന്നപ്പോൾ നാല് ഭാഗത്തുനിന്നും ഓടിക്കൂടുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നോമന സഹോദരങ്ങളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അവിടെ വെച്ച് മഅ്ദനിയുടെ കാര്യം നോക്കാൻ കഴിയില്ല മക്കളെ. അവിടെ വെച്ച് മഅ്ദനിക്ക് നിങ്ങളുടെ കാര്യവും നോക്കാൻ കഴിയില്ല മക്കളെ. ഓരോ മണിക്കൂറിലും 2-3 വട്ടം ഫോൺ ചെയ്ത് എന്തായി ഉസ്താദേ, എന്തായി എന്തായി എന്ന് ചോദിച്ച് മനത്തിലൊന്ന് കാണാൻ പോലും, അടുത്തൊന്ന് വരാനും കാണാനുമുള്ള ഭാഗ്യം പോലും നിഷേധിക്കപ്പെട്ട് എറണാകുളത്തെ വീട്ടിലിരുന്നു കൊണ്ട് ഓരോ വാർത്തകളും ടിവിയിൽ കാണുമ്പോൾ അപ്പോഴും ഫോൺ വിളിച്ചിട്ട് എന്തായി എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ നിമിഷവും മഅ്ദനിയെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ സൂഫിയയ്ക്ക് അവിടെ വെച്ചെന്നെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല മക്കളെ. എനിക്ക് സൂഫിയായിക്ക് വേണ്ടി വാദിക്കാൻ കഴിയില്ല മക്കളെ. എന്റെ പൊന്നോമന മക്കൾ പറഞ്ഞു, അയ്യൂബിക്കും വേണ്ടി എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, ആർക്കു വേണ്ടിയും എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ആരുടെയും അവസ്ഥ എന്താണെന്ന് എനിക്ക് നോക്കാൻ കഴിയില്ല. എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും നോക്കാൻ കഴിയില്ല. ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഓരോരുത്തരും എല്ലാവരും എന്റെ ശരീരമേ, എന്റെ ശരീരമേ, ഈ അതികഠിനമായ ചൂടിൽ നിന്ന് ഞാൻ എങ്ങനെയാവുന്ന രക്ഷപ്പെടുക? എന്റെ അവസ്ഥ എന്താ, എന്റെ അവസ്ഥ എന്താ? എനിക്കെങ്ങനെയാ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുക? ആരാ എന്നെ ഇവിടുന്ന് സഹായിക്കാൻ വരിക എന്ന് ചോദിച്ചുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ പരിഭ്രാന്തിയോടുകൂടി ഓടുന്ന രംഗമുണ്ടല്ലോ, കാലുകൾ വിറയ്ക്കുന്ന രംഗമുണ്ടല്ലോ, കാലുകൾ കൂട്ടിപ്പിടയുന്ന രംഗമുണ്ടല്ലോ. അതികഠിനമായ ചൂടിന്റെ കാഠിന്യം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ പരിഭ്രാന്തനായി ഓടുന്ന മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിൽ വെച്ച് മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം മുതൽ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം വരെയുള്ള ഒരൊറ്റ പ്രവാചക പ്രവരർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ, ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ഒരു രാഷ്ട്രീയ മേലാളന്മാർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ഒരുത്തന്റെയും ഒരു അധികാരവും വിനിയോഗിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ഒരു പ്രധാനമന്ത്രിക്കും ആ കസേര കിട്ടാത്ത ദിവസം, ഒരു ആഭ്യന്തരമന്ത്രിക്കും ആ കസേര കിട്ടാത്ത ദിവസം, ഒരു ആഭ്യന്തര സെക്രട്ടറിക്കും ആ കസേര കിട്ടാത്ത ദിവസം, ഒരു പോലീസ് മേലാളന്മാർക്കും കസേര കിട്ടാത്ത ദിവസം, ആർക്കും ആരുടെയും അധികാരം കാണിക്കാൻ പറ്റാത്ത ദിവസം. അവിടെ അല്ലാഹു ചോദിക്കയാ, ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം. ആർക്കാണടാ ഇന്ന് അധികാരമുള്ളത്? ആർക്കെങ്കിലും അധികാരമുണ്ടോ? ആർക്കെങ്കിലും അധികാരമുണ്ടോ? ലോകം വിരൽ തുമ്പിനുള്ളിൽ ചുറ്റിക്കൊണ്ട് നടക്കുന്നു എന്ന് കരുതുന്ന എത്രയോ പാവപ്പെട്ടവരെ ഇറാഖിലിട്ടിട്ട് അതികഠിനമായി പീഡിപ്പിക്കുന്ന അബൂ ഗരീബിലെ തടങ്കൽ പാളയത്തില് നിരവധി നിരപരാധികളുടെ രക്തം കൊണ്ട് ഹോളി കളിക്കുന്ന ഗോണ്ടലാമയിലെ തടങ്കൽ പാളയത്തില് നിരവധി നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന, ലോകത്തെ നിരവധി നിരവധി നിരപരാധികളെ കൊന്നൊടുക്കുന്ന അങ്ങകലെ ഏതോ ആരോ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തു എന്നതിന്റെ പേരില് അഫ്ഗാനിലും ഇറാഖിലും കൂടി 15 ലക്ഷം നിരപരാധികളെ കൊന്നൊടുക്കിയ, കോടാനുകോടികളുടെ കെട്ടിടങ്ങൾ തകർത്ത, നൂറുകണക്കിന് സ്കൂളുകൾ തകർത്ത, നൂറുകണക്കിന് എണ്ണ ടാങ്കുകൾ നശിപ്പിച്ച, നൂറുകണക്കിന് എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ, ഇന്നും ഇറാഖിലെ പാവപ്പെട്ട പെൺകുട്ടികളെ, നിരപരാധികളായ സുന്ദരികളായ പെൺകുട്ടികളെ വീടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തുമ്പോൾ അതിനെതിരെ ഒന്നുറക്ക ശബ്ദിക്കുന്ന ഇറാഖിലെ രക്തത്തുളിപ്പുള്ള ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അബൂ ഗരീബിലിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന എത്രയെത്രയോ നിരപരാധികളെ ലോകത്തിന്റെ നാനാഭാഗത്തും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന ലോകത്തെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രത്തിന്റെ തലവനായിരുന്ന ജോർജ് ബുഷിന് അവിടെ അധികാരമുണ്ടോ മക്കളെ? ബറാക് ഒബാമയ്ക്ക്
അധികാരമുണ്ടോ മക്കളെ? അധികാരമുണ്ടോ? ഇല്ല, ആർക്കും അധികാരമില്ല. കാശ്മീരിന്റെ തെരുവോരങ്ങളിലേക്ക് പട്ടാളത്തെ അഴിച്ചുവിട്ടുകൊണ്ട് കാശ്മീരിലെ നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നതിന് അധികാരമുണ്ടോ മക്കളെ? അധികാരമില്ല, അധികാരമില്ല. കള്ളപ്പോലീസുകാർക്ക് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി വിനീതനായ മഹദനിയെ ജയിലിലടക്കാൻ വേണ്ടി കള്ളത്തെളിവുകളും ഗൂഢാലോചനകളും മെനയുന്ന യെദ്യൂരപ്പയ്ക്ക് അധികാരമുണ്ടോ മക്കളെ? ഇല്ല. കർണാടകയിലെ ആചാര്യ എന്ന ആഭ്യന്തരമന്ത്രിക്ക് അധികാരമുണ്ടോ? ഇല്ല. ബാംഗ്ലൂരിലെ സിറ്റി പോലീസ് കമ്മീഷണർ ബദ്രിക്ക് അധികാരമുണ്ടോ? ഇല്ല. കള്ളക്കേസുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അലോക് കുമാറിനും ഓംകാരയ്യയ്ക്കും അധികാരമുണ്ടോ? ഇല്ല. ലോകത്തൊരുത്തനും അധികാരമില്ല. അള്ളാഹു ചോദിക്കുന്നു, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണടാ ഇന്ന് അധികാരമുള്ളത്? ഒരുത്തനും അധികാരമില്ല. എല്ലാ സിംഹാസനങ്ങളും തകർക്കപ്പെട്ടിട്ട്, എല്ലാ ചെങ്കോലുകളും വലിച്ചെറിയപ്പെട്ടിട്ട്, എല്ലാ കിരീടങ്ങളും ചവറ്റുകൊട്ടയിലിട്ടിട്ട്, അതികഠിനമായ മഹ്ശറയുടെ ഭീകരതയിൽ ഒരു ചാൺ തുണി പോലും ഉടുക്കാതെ, ഒരു നൂലുകൊണ്ട് പോലും നാണം മറയ്ക്കാതെ, ഒരു നൂലുകൊണ്ട് പോലും നാണം മറയ്ക്കാതെ, നാഴികയ്ക്ക് 40 വട്ടം ടിവിയിൽ കാണുന്ന 100 പരസ്യങ്ങൾ അനുസരിച്ച് വാങ്ങിയിടുന്ന ഒരൊറ്റ ചെരുപ്പും ധരിക്കാൻ കഴിയാതെ നഗ്നപാതനായിട്ട് നിൽക്കുന്ന മഹ്ശറ, ആ ഭീകരമായ ചൂടുകൊണ്ട് വിയർത്തൊഴുകുന്ന മഹ്ശറ, തലയിൽ നിന്നൊരു ചാണുയരത്തിൽ സൂര്യനിച്ചു നിൽക്കുന്ന മഹ്ശറ, എല്ലാ ഭീകരതയും അനുഭവിക്കേണ്ടി വരുന്ന ആ സമയത്ത് അല്ലാഹു പറയുകയാ, അധികാരമാർക്കാ? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സർവാധിപതിയായ എല്ലാവരെയും അടിച്ചമർത്തി ഭരിക്കുന്ന വാഹിദാഹനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ് അധികാരം. ആ ദിവസമുണ്ടല്ലോ, ആരും സഹായിക്കാൻ പറ്റാത്ത ദിവസം, ആർക്കും അനങ്ങാൻ പറ്റാത്ത ദിവസം, ഓരോ പ്രവാചകരും എന്റെ ശരീരമേ, എന്റെ ശരീരമേ, എന്റെ അവസ്ഥ എന്താണ്, എന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചിരിക്കുന്ന ദിവസം. ആ ദിവസം കോടാനുകോടി വരുന്ന പ്രിയപ്പെട്ട അനുയായികൾക്ക് വേണ്ടി അള്ളാന്റെ അർശിന്റെ കീഴിൽ സുജൂദിൽ വീണ് ഈ അനുയായികളെ രക്ഷപ്പെടുത്തിയാലല്ലാതെ ഈ സുജൂദിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കില്ലെന്ന് പറഞ്ഞ് റബ്ബിന്റെ സമക്ഷത്തിൽ സുജൂദിൽ വീഴാൻ അനുവാദമുള്ള, എന്നിട്ട് അല്ലാഹു തആല തന്റെ ഉമ്മത്തികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞതിന് ശേഷം ആ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്ന അന്നത്തെ ദിവസം ശഫാഅത്തിന് ശുപാർശയ്ക്ക് അധികാരമുള്ള ഒരൊറ്റ നേതാവായ, ഒരൊറ്റ വ്യക്തിയായ, ഒരൊറ്റ സൃഷ്ടിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, ഈ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇതിന് തുല്യമായി നിങ്ങൾക്ക് ആരെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും പറയാനുണ്ടോ? ലോകത്ത് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഞാൻ എപ്പോഴെല്ലാം അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമോ അപ്പോഴെല്ലാം അദ്ദേഹത്തോടുള്ള എന്റെ ബഹുമാനം കൂടിക്കൊണ്ടിരിക്കുമെന്ന് ആനി ബസന്റ് പറഞ്ഞ, ലോകം മൊത്തം വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹ് റസൂലുള്ളാഹി അല്ലാതെ അള്ളാഹ്ക്ക് വേറെ റസൂലുള്ളാഹിയോട് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ മക്കളെ തായിഫിന്റെ തെരുവോരത്തിൽ കിടന്ന് തെണ്ടിപ്പിള്ളാരുടെ കല്ലേറ് കൊണ്ടത്. ആ റസൂലുള്ളയാണ് തായിഫിൽ ഏറുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിയത്. ആ റസൂലുള്ളയാണ് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ച് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പോയി വെള്ളം കൊണ്ടുവാ സെയ്ദേ എവിടുന്നെങ്കിലും എന്ന് പറഞ്ഞിട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു തായിഫിലെ ഓരോ വീടുകൾക്ക് മുന്നിലും പാത്രവുമായിട്ട് എത്തുമ്പോൾ, ഇല്ല, ആ ഭ്രാന്തന് കുടിക്കാൻ ഞങ്ങൾ വെള്ളം തരില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ദാഹിച്ചിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വെള്ളമില്ലാതെ വരാൻ അള്ളാഹിന്റെ ഹബീബിന്റെ അടുക്കൽ വന്ന് എങ്ങനെ വെള്ളം കിട്ടിയില്ല എന്ന് പറയും. ആ വേദന കൊണ്ട് പാത്രം ദൂരെ നിന്ന് വരുമ്പോഴേ പാത്രം ഇങ്ങനെ തിരിച്ചു പിടിച്ച് വെള്ളം കിട്ടിയില്ല എന്ന് പറയാനുള്ള വിഷമം കൊണ്ട് റസൂലുള്ളാഹി അറിഞ്ഞോട്ടെ, മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് പാത്രം തിരിച്ചു പിടിച്ച് അള്ളാഹിന്റെ ഹബീബിന്റെ തൊണ്ട വരണ്ടപ്പോൾ, അവിടുത്തെ ചുണ്ടുണങ്ങിയപ്പോൾ, അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുമ്പോൾ ഒരിറ്റു വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ച മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടാതിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത്രയും വിഷമം സഹിച്ചത്. ഞാൻ ഇവിടെ കഴിഞ്ഞ ജുമായിക്ക് മുമ്പത്തെ ജുമായിൽ സൂചിപ്പിച്ചതുപോലെ ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം,
തായിഫിൽ പരിശുദ്ധ ഹജ്ജിന് പോകുമ്പോ തായിഫിൽ പോകാനുള്ള അവസരം സാധാരണ നിലയിൽ കിട്ടാറില്ല, അനുമതി കിട്ടാറില്ല. പക്ഷെ അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് വിനീതനായ എനിക്ക് പ്രത്യേകമായ ഒരു പെർമിഷൻ കിട്ടി. തായിഫിൽ എനിക്ക് നൽകിയ സ്വീകരണ യോഗത്തിന് പങ്കെടുത്തു, തായിഫിൽ പ്രസംഗിച്ചു. ആ തായിഫിൽ അല്ലാഹുവിന്റെ ഹബീബ് ഏറുകൊണ്ടിട്ട് വന്നിരുന്ന സ്ഥലം കണ്ടു. ആ സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ട കാഴ്ച ഞാൻ പലപ്പോഴും പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ചെങ്കുത്തായി കിടക്കുന്ന കുത്തനെ കിടക്കുന്ന പാറ, ആ പാറ ഇങ്ങനെ കുത്തനെ കിടക്കുന്ന പാറയിലെ മുകളിൽ നിന്ന് ഒരുപാട് ആനയുടെ വലിപ്പമുള്ള, ഒന്നിലധികം ആനകളുടെ വലിപ്പമുള്ള വലിയ പാറക്കല്ല്, മുകളിൽ നിന്ന് ശത്രുക്കൾ ഉരുട്ടിയിട്ട പാറക്കല്ല്, ആ ഉരുട്ടിയിട്ട പാറക്കല്ല് ഇങ്ങനെ ഉരുണ്ട് വന്നിട്ട് ആ പാറയുടെ ചെങ്കുത്തായി കിടക്കുന്ന പാറയുടെ നടുവിൽ വന്ന് ഒരു കഷണം ചെറിയ കല്ല് പോലും സൈഡിൽ വെക്കാതെ ആരോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് പോലെ ആ പാറ ഇങ്ങനെ ഉരുണ്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാ. 1400 കൊല്ലമായിട്ടും ലോകാന്ത്യം വരെയുള്ള സർവ്വവിശ്വാസികൾക്കും ദൃഷ്ടാന്തമായിട്ട് ആ ഉരുട്ടിയിടപ്പെട്ട പാറ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഒന്ന് തൊട്ടാൽ താഴെ വീഴുമെന്ന് തോന്നുന്ന നിലയിൽ അതിങ്ങനെ നിൽക്കുകയാ. ആ പാറയാണ് അല്ലാഹുവിന്റെ ഹബീബിനെ ലക്ഷ്യം വെച്ച് ഉരുട്ടിയിട്ട പാറ. ആ പാറ എങ്ങാനും ഇങ്ങ് താഴേക്ക് വന്നിരുന്നെങ്കിൽ, ആ പാറ എങ്ങാനും ആ പുണ്യ ശിരസിൽ വന്ന് തട്ടിയിരുന്നെങ്കിൽ, ആ പുണ്യ ശരീരത്ത് വന്ന് തട്ടിയിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷണം എല്ല് പോലും എടുത്തു മാറ്റാൻ കഴിയാതെ ആ ശരീരം ഭസ്മീകരിക്കപ്പെട്ടു പോകുമായിരുന്നു. പക്ഷേ ചരിത്രം മറ്റൊന്നിനു വേണ്ടി കാത്തിരുന്നത് കൊണ്ട് ആ ചരിത്ര പുരുഷനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുകയാ. വെള്ളം കുടിക്കാൻ കിട്ടാത്തപ്പോഴും, കല്ലേറ് കൊണ്ടപ്പോഴും, കണ്ണുനീരൊഴുകുമ്പോഴും, ഷഅബി താലിബില് 3 കൊല്ലം പച്ചലയും പച്ചവെള്ളവും കഴിച്ച് കഴിയേണ്ടി വന്നപ്പോഴും പച്ചവെള്ളവും പച്ചലയും മാത്രം കഴിച്ച് കഴിഞ്ഞ് അവസാനം വിശപ്പും ദാഹവും സഹിക്കാനാവാതെ നാക്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു ചേഞ്ചിന് വേണ്ടി അവസാനം റസൂലുള്ളാഹ് ഈ വെള്ളവും എലന്തമരത്തിന്റെ ഇലയും പച്ചവെള്ളവും മാത്രം കുടിച്ച് മരവിച്ച നാവിന് ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അവസാനം അതാ റസൂലുള്ളാഹ് വെള്ളം എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന തോലിന്റെ ബക്കറ്റ്, ആ തോലിന്റെ ബക്കറ്റ് കുറച്ച് ആ തോല് മുറിച്ചു എടുത്തിട്ട് അത് പീസാക്കി മുറിച്ച് അത് വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളത്തിൽ ആ തോല് കുതിർന്നപ്പോൾ ആ വെള്ളവും തോലും കൂടി തിളപ്പിച്ച് അതിലൊരൽപ്പം ഉപ്പിട്ട് ആ വെള്ളത്തിനൊരൽപ്പം ഇറച്ചിയുടെ സ്മെല്ലുള്ളത് കൊണ്ട്, ആ തോലിനൊരൽപ്പം ഇറച്ചിയുടെ സ്മെല്ലുള്ളത് കൊണ്ട് ആ വെള്ളം ആർത്തിയോടെ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചില്ലേ മക്കളെ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം ചന്ദ്രൻ ഉദിച്ച് ആ ചന്ദ്രൻ അസ്തമിച്ച് വീണ്ടും ചന്ദ്രൻ ഉദിച്ച് ആ ചന്ദ്രൻ അസ്തമിച്ച് മൂന്നാമതും ചന്ദ്രൻ ഉദിക്കുന്നത് വരെ, അതായത് 2 മാസം പൂർത്തിയായി 3-ാമത്തെ മാസം തുടങ്ങുന്നത് വരെ റസൂലുള്ളാഹിന്റെ വീട്ടിലെ അടുപ്പിൽ തീ പുകയാത്ത കാലമുണ്ടായിരുന്നു എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ മക്കളെ? ഈ റസൂലുള്ളാഹി ഉഹുദിന്റെ രണാങ്കണത്തിലെ ആ റസൂലുള്ളാഹിയുടെ മുൻപല്ലുകൾ ഷഹീദാക്കപ്പെട്ടില്ലേ മക്കളെ? അള്ളാന്റെ റസൂലിന്റെ വായിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ ചോര മണ്ണിൽ വീണില്ലേ? ഇതൊക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആരാ ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്. നബിയെ അങ്ങയെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കില്ലായിരുന്നു എന്ന് ഏതൊരു മുത്തിയോട് അല്ലാഹു പറഞ്ഞോ ആ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അനുഭവിച്ചില്ലേ കഷ്ടപ്പാട്? ഇത്രയൊക്കെ വേദന അനുഭവിച്ചില്ലേ? അള്ളാന്റെ റസൂലിനെ പറ്റി അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടാണോ? അള്ളാഹിന്റെ റസൂലിനോട് അള്ളാഹ്ക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി, റസൂലുള്ളാഹിയെ പറ്റി അള്ളാഹ്ക്ക് അറിയാത്തതുകൊണ്ടാണോ? അള്ളാഹിന്റെ റസൂൽ വിഷമിക്കുന്ന അള്ളാഹ്ക്ക് അറിയാത്തതുകൊണ്ടാണോ? റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുന്ന അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടാണോ? അള്ളാഹിന്റെ റസൂൽ പട്ടിണി കിടക്കുന്ന അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടാണോ? പിന്നെ എന്തിനാ ഞാൻ എന്റെ പ്രസംഗങ്ങളിൽ കഴിഞ്ഞ ജുമാളിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അങ്ങനെ ശുദ്ധീകരിച്ച് വിമലീകരിച്ച്
അതുല്യമായ വ്യക്തിത്വമാക്കി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റേണ്ടി വന്നപ്പോൾ പരീക്ഷണങ്ങളില്ലാതെ തന്നെ പടച്ചവൻ അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ അല്ലാഹു തആല പരീക്ഷിച്ചു എങ്കിൽ അള്ളാന്റെ റസൂലിന്റെ കാൽക്കീഴിൽ ചവിട്ടി വധിക്കപ്പെട്ട മണൽത്തരികളിൽ ഒരു മണൽത്തരി എടുത്ത് 1000 കൊല്ലം കൊണ്ടുപോയി അറബിക്കടലിലിട്ടാൽ റസൂലുള്ളാന്റെ കാല് തൊട്ട മണൽത്തരി അറബിക്കടലിൽ വീണതിന്റെ പേരിൽ അറബിക്കടലിന്റെ വെള്ളത്തിന് എന്തുമാത്രം മഹത്വമുണ്ടോ ആ വെള്ളത്തിൽ നിന്ന് അറബിക്കടലിൽ നിന്ന് സൂചിത്തുമ്പിൽ വെള്ളം മുക്കിയെടുത്തിട്ട് കയ്യിൽ വെച്ചാൽ ആ കയ്യിൽ വെച്ച ആ വെള്ളത്തിനുള്ള മഹത്വം പോലും അവകാശപ്പെടാൻ അർഹതയില്ലാത്ത എനിക്കും നിങ്ങൾക്കും പരീക്ഷണം വരുമ്പോ നമ്മൾ ഇങ്ങനെ മനസ്സ് വിട്ടു പോകാൻ പാടുണ്ടോ മക്കളെ? നമ്മളിങ്ങനെ അനിയന്ത്രിതരായി പോകാൻ പാടുണ്ടോ? നമ്മളിങ്ങനെ വിഷമിച്ച് ആകെ മൂലയിൽ പോയിരുന്ന് ആകെ പ്രയാസപ്പെട്ട് നമ്മളിങ്ങനെ പഠിച്ചോനെ എന്താ നീ ഞങ്ങളോട് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരുന്ന കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരീക്ഷണം നേരിട്ടെങ്കിൽ ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാതെ 4 ഖലീഫമാരിൽ 3 പേരും കത്തിക്കുത്തേറ്റും പീഡനം സഹിച്ചുമാണ് മരിച്ചതെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ സ്മരിക്കാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടാത്ത കലാപത്തില് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ നെഞ്ചോട് അടുക്കി പിടിച്ചുകൊണ്ട് ശത്രുവിന്റെ വെട്ടുകൊണ്ട് ആ ചോര ഖുർആനിൽ പതിച്ചാണ് റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരിച്ചതെങ്കിൽ അലിയാർ തങ്ങൾ ശത്രുവിന്റെ കുത്തേറ്റാണ് മരിച്ചതെങ്കിൽ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റാണ് മരിച്ചതെങ്കിൽ മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കർബലയുടെ രണാങ്കണത്തിൽ എന്താ സംഭവിക്കുന്നത്? ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷണമല്ലേ? ഫാത്തിമത്തു സുഹ്റായുടെ പൊന്നോമന പുത്രനല്ലേ? അലിയാർ തങ്ങളുടെ പൊന്നോമന മകനല്ലേ? ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട സഹോദരനല്ലേ? അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച സയ്യിദു ശബാബി അഹ്ലിൽ ജന്ന, സർവ സ്വർഗാവകാശികളുടെയും സർവാവകാശികളായ സർവ യുവാക്കന്മാരുടെയും നേതാവല്ലേ? എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിധി പ്രകാരം മരണപ്പെട്ട് സ്വർഗത്തിലാണ് പോകുന്നതെങ്കിൽ അല്ലാഹു അങ്ങനെ ആക്കുമാറാകട്ടെ. ആ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ഈ യുവാക്കൾക്ക് മൊത്തം നേതൃത്വം കൊടുക്കാൻ വരുന്നതാരാ? സർവ്വ യുവാക്കളുടെയും മുമ്പിൽ നിൽക്കുന്ന യുവാവാരാ? ലോക ചരിത്രത്തിലെ അതുല്യമായ യുവാവ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൊച്ചുമകനാകാൻ ഭാഗ്യം കിട്ടിയ യുവാവ് മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അല്ലേ? ഷഹീദായത് ഹുസൈൻ പെട്ടെന്ന് പറഞ്ഞു വന്ന ഒരു അമ്പേറ്റെങ്കിൽ ഷഹീദാവല്ല ചെയ്തത്, ഓടി വന്ന ഒരു ശത്രു ബാക്കിൽ നിന്ന് വെട്ടേറ്റ് ഷഹീദാവുകയല്ല ചെയ്തത്. പിന്നെയോ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ പീസ് പീസായി യസീദിന്റെ ആളുകൾ വെട്ടിമുറിക്കുകയായിരുന്നില്ലേ? ഞാൻ എന്റെ പ്രസംഗങ്ങളിൽ എപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അല്ലാഹുവിന്റെ ഹബീബിനോട് ഏറ്റവും മുഖസാദൃശ്യം ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനല്ലേ? ആ ഹുസൈന്റെ കഴുത്ത് വെട്ടിമാറ്റിയപ്പോൾ, അങ്ങനെ ആ ഹുസൈൻ ഷഹീദായപ്പോൾ വിട്ടേക്കാമെന്ന് ശത്രുക്കൾ കരുതിയില്ലല്ലോ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തില്ലേ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മൂക്ക് മുറിച്ചു മാറ്റിയില്ലേ? അത് കണ്ടുകൊണ്ടിരുന്ന മുഅ്മിനീങ്ങൾ ഒന്നടങ്കം നിലവിളിച്ചു പറഞ്ഞില്ലേ, ആ മൂക്ക് മുറിക്കല്ലേ, അത് റസൂലുള്ളാഹിന്റെ മൂക്കാണ്. ആ ചുണ്ട് മുറിക്കല്ലേ, അത് ഹബീബിന്റെ ചുണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തോട് ഇത്രയും സാദൃശ്യമുള്ള ഒരാളും ആ കുടുംബത്തിലുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. റസൂലുള്ളാഹിന്റെ നെറ്റിത്തടമാണ് ആ നെറ്റിത്തടം. ആ നെറ്റിത്തടം വാളുകൊണ്ട് വികൃതമാക്കല്ലേ, ആ മൂക്ക് നിങ്ങൾ മുറിക്കല്ലേ, ആ ചുണ്ട് നിങ്ങൾ മുറിക്കല്ലേ എന്ന് വിളിച്ചു കോവിയിട്ടും പൊട്ടിക്കരഞ്ഞിട്ടും ശത്രുക്കൾ കേട്ടില്ലല്ലോ. ഹുസൈന്റെ ചുണ്ട് മുറിച്ചു മാറ്റിയില്ലേ? ഹുസൈന്റെ മൂക്ക് മുറിച്ചു മാറ്റിയില്ലേ? ഹുസൈന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തില്ലേ? ഹുസൈന്റെ നാക്ക് മുറിച്ചു മാറ്റിയില്ലേ? ഹുസൈന്റെ നെറ്റിത്തടം വികൃതമാക്കിയില്ലേ? ഇതൊക്കെ ചെയ്തവരുടെ അവസ്ഥ എന്താ? ഹുസൈന്റെ അവസ്ഥ എന്താ? മഹാനായ ഇമാം ഷാഫിയുടെ ഉസ്താദ് ഇമാം ഷാഫി
ഷാഫിയുടെ ഗുരുവായ മഹാനായ ഇമാം ഷാഫിയുടെ ഗുരു അതാ ഒരു ദിവസം പോവുകയാണ്. അദ്ദേഹം പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുക്കൽ പോവുകയാ. കഅബാലയത്തിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്നൊരു പൊട്ടിക്കരച്ചിൽ കേൾക്കുന്നു. ഏങ്ങി ഏങ്ങി കരയുന്ന ഒരു മനുഷ്യൻ. അയാൾ ഇങ്ങനെ വിളിച്ചു പറയാ, റബ്ബേ നീ എന്നോട് പൊറുക്കില്ലേ റബ്ബേ, എന്റെ ആഖിറം നഷ്ടമായല്ലോ റബ്ബേ, എനിക്ക് എന്റെ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടാതെ പോകുമല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിക്കുന്നത് കേട്ടുകൊണ്ട് ആ മഹാനവറുകൾ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കയാ, എന്താ സഹോദരാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? കഅബാലയത്തിന്റെ മുന്നിലല്ലേ നിങ്ങളുള്ളത്? പരിശുദ്ധമായ കഅബാലയം നിർഭയത്വത്തിന്റെ നിരന്തര സങ്കേതമല്ലേ? ഈ കഅബാലയത്തിന്റെ മുന്നിലിരിക്കുന്ന ഒരാള് എന്റെ ആഖിറം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നോ, എന്റെ പരലോകം എനിക്ക് നഷ്ടമായല്ലോ എന്ന് പറയുന്നോ? എന്തേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കരയുന്നത്? എന്താ നിങ്ങൾക്ക് പറ്റിയത്? കഅബയുടെ മുമ്പിലും നിങ്ങൾക്ക് സമാധാനമില്ലാത്ത എന്തുകൊണ്ടാ? അദ്ദേഹം പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഹുസൈനെ വധിച്ചവരുടെ കൂട്ടത്തില്, ഹുസൈനെ വധിക്കാൻ വേണ്ടി കൂടിയവരുടെ കൂട്ടത്തില്, ഹുസൈനെ വധിക്കാൻ കൂടിയവരോടൊപ്പമായിരുന്നു അന്ന് ഞാൻ ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ അവരോടൊപ്പമാണ് സത്യമെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. ഹുസൈൻ വധിക്കപ്പെടുമ്പോൾ ഞാൻ മറുഭാഗത്തായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ മഹാപാതകമാണ് ചെയ്തത്, ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്, ഞാൻ വല്ലാത്ത കുടുക്കിലാണ് പെട്ടത്. എങ്ങനെയാ രക്ഷപ്പെടേണ്ടതെന്ന് എനിക്കറിയില്ല. ഇന്നലെ രാത്രിയിൽ ഈ പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് ഞാനിരിക്കയാ. ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ ഞാനിതാ സ്വപ്നം കാണുകയാ. ആ സ്വപ്നത്തിൽ മഹാനായ റസൂലുള്ളാഹി ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമറുൽ ഫാറൂഖ് ഉണ്ട്, അലിയുൽ മുർത്തള ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്, സർവ സ്വർഗവാസികളായ സഹാബത്തുമുണ്ട്, സർവ ഔലിയാക്കളുമുണ്ട്, അമ്പിയാക്കന്മാരുണ്ട്. ആ സദസ്സിൽ വെച്ചിട്ട് ഹുസൈനെ പറ്റി ചർച്ച ചെയ്യപ്പെടുകയാ. ആ ചർച്ചയിൽ ഹുസൈൻ വധിക്കപ്പെട്ടതിനെ പറ്റി പറയുമ്പോൾ ആ വലിയ സദസ്സിൽ നിന്നൊരു അശരീരി കേൾക്കുകയാ, അതർജു ഉമ്മത്തുൻ ഖതലത് ഹുസൈന ശഫാഅത ജദ്ദിഹി യൗമൽ ഖിയാമ. ഹുസൈനെ കൊന്ന ആളുകള്, ഹുസൈനെ വധിച്ച കൂട്ടര്, ഹുസൈനെ നശിപ്പിച്ച ആളുകള് അവരാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ആ ഹുസൈന്റെ ഉപ്പാപ്പയായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നാളെ പരലോകത്ത് വെച്ച് കിട്ടുമെന്ന് അവരാരെങ്കിലും കരുതുന്നുണ്ടോ എന്ന ആ ശരീരം ഞാൻ കേൾക്കുകയാ. ഞാൻ നഷ്ടവാളിയായി പോയില്ലേ? എനിക്കിനി എന്റെ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടുമോ? എന്റെ പരലോകം എനിക്ക് രക്ഷപ്പെടുമോ? ആ വേദന കൊണ്ട് ഞാൻ നിലവിളിക്കുകയാ. ഇതാ ഹുസൈൻ റളിയല്ലാഹു അൻഹു, സ്വർഗത്തിൽ സയ്യിദു ശബാബി അഹ്ലിൽ ജന്ന, സർവ്വ സ്വർഗവാസികളായ യുവാക്കളുടെയും നേതാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ലോകത്തെ സർവ്വ ഔലിയാക്കന്മാർ ആരിഫീങ്ങളുടെയും നേതാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു എന്ന മഹാനായ റസൂലുള്ളാഹിന്റെ പൊന്നോമന കൊച്ചുമോൻ, ആ കൊച്ചുമകൻ കർബലയുടെ അങ്കണത്തിൽ ഇങ്ങനെ ചെയ്യപ്പെട്ടത് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോണ്ടോ? അല്ലാഹു തആല പരിഗണിക്കാതിരുന്നത് കൊണ്ടോ ആണോ? എന്താ അവസ്ഥ? അള്ളാഹിന്റെ റസൂലിന്റെ റൂഹവില്ലേ ഹുസൈന്റെ കൂടെ? ഫാത്തിമയുടെ സാന്നിധ്യമില്ലേ? അലിയാര് തങ്ങളുടെ റൂഹില്ലേ? സർവ്വ അർവാഹുകളുടെയും സാന്നിധ്യം കർബലയിൽ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പീസ് പീസായി മുറിക്കപ്പെട്ടത് അള്ളാഹ്ക്ക് ഹുസൈനോട് വിരോധമുള്ളത് കൊണ്ടോ? അല്ലാഹ് ശ്രദ്ധിക്കാത്തത് കൊണ്ടോ മക്കളെ? അല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന രക്തസാക്ഷിത്വത്തിന്റെ ഭാഗ്യം അത് അല്ലാഹു തആല. ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ അവരൊക്കെ നേരിട്ടപ്പോ നമ്മളെന്ന മഹാപാപികള്, മഹാദോഷികള്, ഒരു കാൽ കാശിന് വിലയില്ലാത്ത നമ്മള്, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് ചിന്തിയ ലിറ്റർ കണക്കിന് രക്തത്തിലെ ഒരു തുള്ളി രക്തത്തിന് ഈക്വലാകാത്ത നമ്മള്, ആ നമുക്ക് അല്ലാഹു തആല തരുന്ന കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ നമ്മൾ അതൊരു മഹാസംഭവമായി കണ്ട് മനസ്സ് വിട്ടു പോകരുത് സഹോദരൻ. അത് പറയാനാ ഞാൻ പറഞ്ഞിരുന്നത്. നമ്മൾ അതിന്റെ പേരിൽ ദുനിയാവെന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരം.
ഇവിടെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ അതിലൊക്കെ വിഷമിക്കുകയും വേദനിക്കുകയും ഒക്കെ ചെയ്ത് അതിന്റെ പേരിൽ ഇവിടെ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലിയും ദുആ ചെയ്തും ഇവിടെ ഇരുന്നിട്ട് നേർച്ചകൾ നടത്തിയും ഹത്തം തീർത്തും ഒക്കെ ഇരുന്ന ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ പൊന്നോമന പുത്രനുണ്ട് ത്വൽഹത്ത് എന്ന് പറഞ്ഞിട്ടൊരു പൊന്നുമോൻ. അവന്റെ ഉപ്പ 50 വയസ്സ് തികയാത്ത പണ്ഡിതനാ. എനിക്ക് നേരിടുന്ന ഒരു വിഷമത്തിന്റെ പേരിൽ മനോവേദനയോടുകൂടി അതിനെ അഭിമുഖീകരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പൊന്നുമോൻ ഇവിടുന്ന് പോകേണ്ടി വന്നത് അവന്റെ ഉപ്പ ആക്സിഡന്റിൽ മരിച്ചിട്ട് ആ മയ്യത്തിന്റെ അടുക്കലേക്കാണ് പോകേണ്ടി വന്നത്. നമ്മൾ ഈ 10-21-25 ദിവസങ്ങളായി നമ്മൾ ഇങ്ങനെ ഈ ശക്തമായ വിഷമങ്ങളും പ്രയാസങ്ങളും സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഇതിന്റെ ഇടയിൽ എത്ര പേരാ മരിച്ചിരിക്കുന്നത്, എത്ര പേരാ മരിച്ചിരിക്കുന്നത്, എത്ര പേരാ മരിച്ചിരിക്കുന്നത്. ആരുടെയൊക്കെ സ്വപ്നങ്ങൾ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് മംഗലാപുരത്ത് പോയിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്താ മംഗലാപുരത്ത് ഞാൻ കണ്ട കാഴ്ച, എന്താ കാസർഗോഡ് ഞാൻ കണ്ട കാഴ്ച. മംഗലാപുരത്തല്ല കാസർഗോഡ്, മംഗലാപുരം ദുരന്തത്തിൽ മരിച്ച മംഗലാപുരത്തല്ല പോയത്. ആവർത്തിച്ച് പറയാ, ഇനി അവിടുന്ന് കൊടകിൽ പോയി എന്നാരും കരുതണ്ട, പോകില്ല. മംഗലാപുരത്ത് ദുരന്തത്തിൽ മരിച്ചവരുടെ വീടുകളിൽ കാസർഗോഡ് പോയി. ആദ്യം ഞാൻ പോയി സിദ്ദീഖ് എന്ന സഹോദരന്റെ വീട്ടിൽ പോയി. എന്താ അവിടുത്തെ അവസ്ഥ? ഞാൻ ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്താ? ആ സിദ്ദീഖിന്റെ ഭാര്യയും ഇദ്ദയിരിക്കുന്നു, ഉമ്മായും ഇദ്ദയിരിക്കുന്നു. ഉമ്മായും ഇദ്ദയിരിക്കുന്നു, ഭാര്യയും ഇദ്ദയിരിക്കുന്നു, മറയിരിക്കുന്നു. എന്താ? വാപ്പ മരിച്ച് ഉപ്പ മരിച്ച വിവരം മോനെ അറിയിച്ച്, ഉപ്പ മരിച്ചപ്പോൾ ഞാൻ വന്നിട്ടേ ഉപ്പാന്റെ മയ്യത്തടക്കാവൂ എന്ന് പറഞ്ഞിട്ട് ആ ഉപ്പാന്റെ മയ്യത്തടക്കാൻ വേണ്ടി കാത്തിരുന്നവർ സിദ്ദീഖ് എന്ന പൊന്നുമോൻ വരാൻ വേണ്ടി കാത്തിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് ലീവ് അടിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാക്കി ടിക്കറ്റ് ശരിയാക്കി ഫ്ലൈറ്റിൽ കയറി മംഗലാപുരത്തെത്തുമ്പോൾ ആ പൊന്നുമോൻ ചാമ്പലാവുകയാണ്. അവസാനം വാപ്പാടെ മയ്യത്ത് കാണാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ മകന്റെ ശരീരം അതൊരു ശരീരമായിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല, അതൊന്റെ കൈകാലുകൾ കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെന്താ കൊണ്ടുവന്നത്? ഒരു ചാക്കിനകത്ത് കുറച്ച് ചാമ്പൽ കെട്ടിക്കൊണ്ട് അവിടെ വെക്കുകയാ. എന്നിട്ട് അവന്റെ ഭാര്യയും വിധവയാവുകയാ, അവന്റെ ഉമ്മയും വിധവയാവുകയാ. ഉമ്മായും ഒരേ ദിവസം ഇദ്ദയിരിക്കുകയാ, സിദ്ദീഖിന്റെ ഭാര്യയും ഇദ്ദയിരിക്കുകയാ. ചൊല്ലുമ്പോൾ ഒരു പൊന്നാര പൊന്നുമോൻ, എന്തഴകുള്ള പൊന്നുമോനാ. അടുത്ത് വന്നിട്ട് ദുആ ചെയ്യുമ്പോൾ ആ പൊന്നുമോൻ ആമീൻ പറയുന്നത് കേട്ടാല് പൊട്ടിക്കരയാതിരിക്കാൻ പറ്റില്ല. ഒരു മരണം അങ്ങനെ. പിന്നെ രണ്ടാമത് പോയത് സുന്നി യുവജന സംഘത്തിന്റെ നേതാവായ കാസർഗോഡത്തെ സഹോദരൻ, തളങ്കരയിലുള്ള സഹോദരൻ, പേര് ഞാൻ പെട്ടെന്ന് മറന്നു, ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന സഹോദരൻ. ആ പ്രിയപ്പെട്ട സഹോദരൻ ഞാന് രാഷ്ട്ര സുരക്ഷാ സന്ദേശ യാത്ര ആരംഭിക്കാൻ വേണ്ടി മഞ്ചേശ്വരത്തേക്ക് പോകുന്ന വഴിക്ക് തളങ്കര മാലിക് ദിനാർ ഉറൂസ് നടക്കുകയാ. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉറൂസ് കമ്മിറ്റിക്കാര് പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടു. ഉറൂസിൽ സാധാരണ ഇങ്ങനെ ആരെങ്കിലും പ്രമുഖ വ്യക്തികളൊക്കെ പങ്കെടുക്കുന്നത് അവർക്ക് വലിയ സന്തോഷമായി കാണുന്നതാ. ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ് പങ്കെടുത്തിട്ടുണ്ട്, ഖലീൽ ബുഖാരി തങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലെ ഹൈദർ അലി തങ്ങൾ വന്നിട്ടുണ്ട്. ഉസ്താദും അവിടെ വരണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാ. വിനീതനായ ഞാൻ അവിടെ എത്തുകയാ. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ദുആയിൽ പങ്കെടുക്കയാ. ദുആ കഴിഞ്ഞിറങ്ങുമ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, കൂളിംഗ് ഗ്ലാസ് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് ഇബ്രാഹിം ഖലീൽ എന്നെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോവുകയാ സ്വാഗത സംഘം ഓഫീസിലേക്ക്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇളനീരെടുത്ത് കയ്യിൽ തരികയാ. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പം പറഞ്ഞു, എന്റെ പെങ്ങളെ കെട്ടിച്ചത് കൊല്ലത്ത് പെങ്ങളെ കെട്ടിയ സഹോദരന്റെ പേര് പറഞ്ഞു, ബന്ധുവീടിന്റെ പേര് പറഞ്ഞു. എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ അവരെപ്പോഴും ഉസ്താദിനെ പറ്റി പറയാറുണ്ടെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി ഇളനീര് തന്ന് എനിക്ക് യാത്രയച്ച ആ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിലേക്ക് മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഏറ്റവും സാമ്പത്തിക നിഅമത്ത് കൊടുത്തിരുന്ന നിഅമത്ത് കൊടുത്തു എന്ന് മാത്രമല്ല, കാസർഗോഡത്തെ BJP ഒഴികെ എല്ലാ പാർട്ടിക്കും ഓഫീസിന് സ്ഥലം കൊടുത്തിട്ടുള്ളത് ഇബ്രാഹിം ഖലീലിന്റെ വീട്ടുകാരാ. അവിടുത്തെ സുന്നി യുവജന സംഘത്തിന്റെ ഓഫീസ്, സമസ്തയുടെ ഓഫീസ്, എല്ലാ ഓഫീസുകളും നിൽക്കുന്നത് ഇബ്രാഹിം ഖലീലിന്റെ കുടുംബം കൊടുത്ത സ്ഥലത്താ. ഇപ്പോഴും വിശാലമായ വീടും സൗകര്യങ്ങളുമാ. ആ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അതിന്റെ പരിസരത്തെല്ലാം നിങ്ങളെ ഞങ്ങളും മറക്കൂല എന്ന് പറഞ്ഞിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന ഫ്ലെക്സുകൾ കാണുമ്പോൾ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഈമാൻ സ്ഫുരിക്കുന്ന മുഖം കാണുമ്പോൾ, ആ വീട്ടിലേക്ക്
ചെന്ന് കയറുമ്പോൾ അയാളുടെ ആശ്രിതരായി ആ വീട്ടിലും ബന്ധുക്കളുമായി കൂടി നിൽക്കുന്ന ആളുകള് SSLC കഴിഞ്ഞ പൊന്നുമോൻ, അവന്റെ പേരും എന്റെ മോന്റെ പേരാ, ഉമർ മുഖ്താർ എന്നാണ് പേര്. ആ പൊന്നുമോൻ SSLC കഴിഞ്ഞ് +1 പഠിക്കുന്ന ആ പൊന്നുമോനാ മൂത്ത മോന്. അപ്പോഴാ സഹോദരന്റെ പ്രായം എത്രയാ, ആ സഹോദരന്റെ ജീവിതം എത്ര അവശേഷിച്ചതാ, എത്ര കോടികൾ അല്ലാഹു സ്വത്ത് നൽകിയതാ, ആ സ്വത്തിൽ നിന്ന് എത്രയോ ആയിരങ്ങളെ രക്ഷിച്ചതാ, എത്രയോ പാവങ്ങൾക്ക് വീട് വെക്കാൻ സഹായിച്ചതാ. ആ പ്രിയപ്പെട്ട ഇബ്രാഹിം ഖലീലാണ് ഒരു പിടി ചാമ്പലായി മാറിയത്. ഇങ്ങനെ ഓരോ വീടുകളും കയറി കയറി പോവുകയാ. മറ്റൊരു വീട്ടിൽ ചെന്നപ്പോ റബ്ബേ ഒരു ചെറ്റ കൂരയാ. ആദ്യമായി ഗൾഫിൽ പോയ പൊന്നുമോനാ, ആ പൊന്നുമോൻ ആദ്യമായിട്ട് അവധിക്ക് വരികയാ. ആ വീട് മൊത്തം സന്തോഷത്തിലായിരുന്നു. ആ ചെറ്റക്കൂര ഒന്ന് വണ്ടി കയറി പോകാത്ത എന്റെ വീൽ ചെയർ ഒരുപാട് മുടുക്കുകളിലൂടെ എടുത്തെടുത്ത് കൊണ്ടുപോയിട്ട് ആ വീട്ടിലെത്തിയത്. ആ ചെറ്റക്കൂരയില് ആ വീടിന്റെ ആശ്രയമായി പുര നിറഞ്ഞു നിൽക്കുന്ന പെങ്ങന്മാരെ കല്യാണം കഴിക്കാൻ, ഒരു നല്ല വീടുണ്ടാക്കാൻ, രോഗിയായ മാതാപിതാക്കളെ ചികിത്സിക്കാൻ ഒരുപാട് സ്വപ്നങ്ങളുമായി പോയ സഹോദരനാ ഒരു പിടി ചാമ്പലായി തിരിച്ചു കൊണ്ടുവന്നു. അടുത്ത വീടാണ് സഹോദരങ്ങളെ വല്ലാതെ മനസ്സിനെ വലച്ച വീട്. ഞാൻ നിയന്ത്രണമില്ലാതെ ദുആ ചെയ്തപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയ വീട്. അടുത്ത വീടാണ്. ആ വീട്ടിൽ ചെല്ലുമ്പോൾ കല്യാണ പന്തൽ കിടക്കുകയാ. ഒരു പെങ്ങളുടെ രണ്ടാങ്ങളമാരാ, പെങ്ങളുടെ കല്യാണം നിശ്ചയിച്ചിരുന്നതാ. കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി രണ്ടാങ്ങളമാരും കൂടി പുറപ്പെട്ടതാ. പെങ്ങൾക്ക് ആവശ്യമായ വസ്ത്രം മൊത്തം വാങ്ങി, പെങ്ങൾക്ക് ആവശ്യമായ സ്വർണം മൊത്തം വാങ്ങി, ആ സ്വർണ്ണാഭരണങ്ങളും കല്യാണ വസ്ത്രങ്ങളും സുഗന്ധ വസ്തുക്കളും ഉൾപ്പെടെ എല്ലാമായിട്ട് ഇങ്ങോട്ട് രണ്ടുപേരും കൂടി തിരിച്ചതാ. ആ രണ്ടുപേരും കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയി. കല്യാണം കാത്തിരുന്ന പ്രിയപ്പെട്ട പെങ്ങളുടെ വീട്ടിലേക്ക് കല്യാണം നടക്കേണ്ട ദിവസം കൊണ്ടുവരുന്നത് എന്താ? ഒരു സഹോദരന്റെ ചാമ്പലായ മയ്യത്ത. മറ്റൊരു സഹോദരന്റെ മയ്യത്ത് തിരിച്ചു കിട്ടിയിട്ടില്ല. മയ്യത്ത് എവിടെയെന്നറിയാൻ കഴിഞ്ഞിട്ടില്ല. മയ്യത്ത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരാള് ചാമ്പലായി കൊണ്ടുവന്നടക്കി, മറ്റൊരാള് മയ്യത്ത് എവിടെയെന്ന് പോലും അറിയാതെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ പൊന്നോമന മകൻ ഇരുന്നിട്ട് ആമീൻ പറയുകയാ. അവന്റെ ഉപ്പാന്റെ മയ്യത്ത് വന്നിട്ടില്ല. ആ പ്രിയപ്പെട്ട പെങ്ങളുടെ അവസ്ഥ എന്താ? ആ വീട്ടിലെ പൊട്ടിക്കരച്ചിലെന്താ? കല്യാണത്തിലിട്ട പന്തല് മരണപ്പന്തലായി. രണ്ട് ആങ്ങളമാരുടെ പന്തല് മരണപ്പന്തലായി. അതിലൊന്നിന്റെ മയ്യത്ത് മാത്രമാ കിട്ടിയത് പോലും, ഒന്നിന്റെ മയ്യത്ത് പോലും കിട്ടിയില്ല സഹോദരങ്ങളെ. ഇങ്ങനെ എത്ര കഠിനമായ ദുരന്തമാ, എത്ര കഠിനമായ വേദനയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഏത് നിമിഷവും നമ്മളെ കാത്തിരിക്കുന്ന മരണമുണ്ടല്ലോ, ഏത് നിമിഷവും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന മരണം, നമ്മുടെ തൊട്ടു മുമ്പിലുള്ള മരണം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. കർണാടക പോലീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ തടുത്തു നിർത്തും, ജീവൻ കൊടുക്കും, രക്തസാക്ഷികളാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കളെ, നിങ്ങളെ ആരെയും കാണാതെ വരാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട് കേട്ടോ. മഹാനായ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്രായീൽ അലൈഹിസ്സലാം വന്നാൽ ഒരാളിനും തടുക്കാൻ പറ്റില്ല, ഒരു ശക്തിക്കും തടുക്കാൻ പറ്റില്ല. ഒന്ന് കണ്ടിട്ട് വേണ്ടേ മക്കളെ തടുക്കാൻ? ഒന്ന് കാണാൻ പോലും പറ്റില്ല. അസ്രായീൽ വരുന്ന നിമിഷത്തിന് വേണ്ടിയാ നമ്മൾ തയ്യാറാകേണ്ടത്. എല്ലാ ശരീരത്തെയും ആ എല്ലാ ആത്മാവിനെയും ആ മരണമാകുന്ന ദുരന്തത്തിന്റെ രുചി ആസ്വദിക്കേണ്ടതാ. എപ്പോഴാന്നുള്ളതേ പോലും പ്രശ്നം. എനിക്ക് തൂക്കു വാങ്ങി തരാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ കോയമ്പത്തൂരിലെ അല്ലുമ്മക്കാരായ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കോയമ്പത്തൂർ B7 പോലീസ് സ്റ്റേഷന്റെ അകത്ത് കൊണ്ടുവച്ചിട്ട് അവർക്കെല്ലാവർക്കും ആട്ടും ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ട്, അവരിഷ്ടപ്പെടുന്ന നല്ല തരത്തിലുള്ള കൂൾ ഡ്രിങ്ക്സുകൾ വാങ്ങിക്കൊടുത്തിട്ട്, ചായ വാങ്ങിക്കൊടുത്തിട്ട് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങളൊന്ന് പറയുവോ മഅ്ദനിയും നിങ്ങളുമായി ബന്ധമുണ്ടെന്നൊന്ന് പറഞ്ഞൊരു സാക്ഷിമൊഴി പറ. മഅ്ദനിക്ക് തൂക്കു വാങ്ങിക്കൊടുക്കണം, തൂക്കുമരം വാങ്ങിക്കൊടുക്കണം. അവസാനം അവരിൽ പലരും പറയാൻ തയ്യാറാകാതിരുന്നപ്പോൾ ഒരിക്കലും മഅ്ദനിയെ കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും മഅ്ദനി കണ്ടിട്ടില്ലാത്ത ഇപ്പൊ കോയമ്പത്തൂർ പോലീസ് ഇപ്പോഴേ ചെയ്തു വെച്ച കാര്യം എന്നെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ചെയ്യുകയാ. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒറ്റപ്പാലക്കാരൻ ചെറുപ്പക്കാരൻ, ആ ഒറ്റപ്പാലക്കാരനെ വിളിച്ചോണ്ട് പോയിട്ട് അവനോട് പറയുന്നു, നിന്റെ ജ്യേഷ്ഠൻ ജയിലിലാ ഉള്ളത്, നിന്റെ ഭാര്യയുടെ ആങ്ങളാ ജയിലിലാ ഉള്ളത്, നിന്റെ പെങ്ങളുടെ ഭർത്താവ് ജയിലിലാ ഉള്ളത്, നിന്നെയും കേസിൽ കുടുക്കി
കുടുക്കി ജയിലിലിടും, പുറത്തു പോകാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യണം. ജീവനിൽ ഭയമുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു ചെയ്യാം. അവനെ കൊണ്ടുപോയി കോയമ്പത്തൂര് 5-ാം നമ്പർ കോടതിയുടെ മുമ്പിൽ കൊണ്ടുപോയി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ അവനെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചു. എന്താ മൊഴി കൊടുത്തതെന്നറിയോ? മഅ്ദനിയെ എനിക്കറിയാം, ആർമി രാജു എന്ന് പറയുന്ന ഒരാളിനെ എനിക്കറിയാം. ഈ ആർമി രാജു എന്ന് പറയുന്ന ആള് പൊക്കം കുറഞ്ഞ ആളാണ്. അയാൾ ഒരു ദിവസം ഞാൻ മഅ്ദനിയെ കാണാൻ പോയി മഅ്ദനിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ആർമി രാജു എന്ന് പറയുന്ന ആള് വന്നു. അയാൾ ഒരു പൊതി കൊണ്ടുവന്ന് മഅ്ദനിയുടെ കയ്യിൽ കൊടുക്കുന്നത് കണ്ടു. പിന്നീട് ഒരു ദിവസം കോയമ്പത്തൂരിൽ നിന്ന് അല്ലുമ്മാടെ ഒരു നേതാവ് മഅ്ദനിയെ കാണാൻ വന്നു. അപ്പോഴാ പൊതി മഅ്ദനി എടുത്ത് അയാളുടെ കയ്യിൽ കൊടുക്കുന്നത് കണ്ടു. പിന്നീട് ഞാൻ അറിഞ്ഞു ആ പൊതിയിലുള്ള ബോംബാണ് കോയമ്പത്തൂര് വെച്ചതെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ജഡ്ജിയുടെ മുമ്പിൽ മൊഴി കൊടുപ്പിച്ചു. മജിസ്ട്രേറ്റിന്റെ മുമ്പില് അവനെ കൊണ്ട് 164 സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ചു. എന്നിട്ട് അവനോട് നീ പൊക്കൊള്ളാൻ പറഞ്ഞു. നീണ്ട 9.5 വർഷക്കാലം അവനെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. 9.5 വർഷം കഴിഞ്ഞപ്പോൾ 9.5 വർഷത്തിനുള്ളിൽ ഒരു ദിവസം അവനെ കോടതിയിൽ കൊണ്ടുവന്നു. കോടതിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് 3 ദിവസം മുമ്പ് അവനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ചു. അപ്പോഴും അവന് ബിരിയാണി വാങ്ങിക്കൊടുത്തു, അവന് നല്ല ചായ വാങ്ങിക്കൊടുത്തു, നല്ല കൂൾ ഡ്രിങ്ക്സ് വാങ്ങിക്കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് എന്തൊക്കെയാ തരാൻ പോകുന്നതെന്നറിയോ? നീ അന്ന് പറഞ്ഞ കാര്യം വന്നങ്ങ് കോടതിയിൽ പറഞ്ഞാൽ നിന്റെ പാസ്പോർട്ട് ഇങ്ങ് തന്നേ, അതിൽ വിസ എടുപ്പിച്ച് ഞങ്ങൾ വെച്ചിരിക്കാം. അത് പറഞ്ഞതിന്റെ അടുത്ത ദിവസം നിന്നെ വൈകുന്നേരം കയറ്റിയിട്ട് ഗൾഫിലേക്ക് വിടാം. അതല്ല നിനക്ക് വേണ്ടത്, നിനക്ക് ഇവിടെയാണ് താമസിക്കേണ്ടതെങ്കിൽ നിനക്ക് മദ്രാസിൽ നല്ല സുന്ദരമായ ഫ്ലാറ്റ് എടുത്തു തരാം. നിന്റെ ജീവിതകാലം മൊത്തം നിനക്ക് മഅ്ദനിയുടെ ആളുകൾ നിന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പോലീസ് സെക്യൂരിറ്റി ഉണ്ടാക്കി തരാം, നിനക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. ഇപ്പൊ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു കെട്ട് നോട്ട് എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ പോയാൽ കേറിയാൽ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ നീ അവിടെ അങ്ങ് പറയണം. അതെല്ലാം നീ അവിടെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി വരുമ്പോൾ നിന്റെ മുന്നിൽ തുറക്കപ്പെടുന്ന ലോകം ഗൾഫിലെ ലോകമാ പൊന്നുമോനെ. നിന്റെ മുന്നിൽ എണ്ണപ്പണമാ വരാൻ പോകുന്നത്. നിനക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ വളരെ വലുതാ. അവനങ്ങ് കേറി. അവൻ കേറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? 3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നവൻ, കോടതിയിൽ പോയി മൊഴി പറഞ്ഞവൻ, എന്നിട്ട് അവനെ കൊണ്ടുവന്ന് കാശ് കൊടുത്തിട്ട് അകത്തേക്ക് വിട്ടിരിക്കുന്നു. എനിക്കാകെ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഞാനാകെ അവിടെ ഇരുന്നു കൊണ്ട് കയ്യിലിരുന്ന തസ്ബീഹ് മറിച്ചുകൊണ്ടിരുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി മുറാദി. ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാനല്ലാതെ മറ്റൊന്നും പറ്റുന്നില്ല. ഊമബാബു എന്ന് പറയുന്ന ആ കേസിലെ പ്രധാന പ്രതിയുടെ അനുജനാണ് അവൻ. ഊമബാബു എന്ന് പറയുന്നവൻ ഇങ്ങനെ പറയുന്നു, ഇവനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് എന്തൊക്കെ ചെയ്തിട്ടാ കൊണ്ട് കയറ്റിയിരിക്കുന്നത്. എല്ലാരും ഇങ്ങനെ നിൽക്കുകയാ. എന്റെ വക്കീൽ അക്ബർ അലിയുടെ മുഖം നോക്കിയാൽ കറുത്തവാവ് പോലെ കറുത്തിരിക്കുകയാ. എല്ലാരും പേടിച്ചു നിൽക്കുകയാ. ഇവനെങ്ങാനും കോടതിയിൽ പോയി പറഞ്ഞ പച്ചക്കള്ളം ഇവൻ ഇവിടെ വീണ്ടും അങ്ങ് പറഞ്ഞാൽ പിന്നെ പുറം ലോകം കാണില്ല മക്കളെ, ഒരിക്കലും പുറം ലോകം കാണില്ല. മനാഫ് കയറുകയാ, ചവിട്ടുപിടികൾ കയറി പ്രതിക്കൂട്ടിലേക്ക് കയറുകയാ. എല്ലാ നെഞ്ചുകളും ഇടിച്ചുകൊണ്ടിരിക്കുകയാ. എന്റെ ചുണ്ട് സ്വലാത്ത് കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാ. മനാഫിനോട് പ്രതിഭാഗം വക്കീൽ പറയുന്നു, ചോദിക്കുന്നു, എന്താ പറയാനുള്ളത് പറ. മനാഫൊരൊറ്റ പറച്ചിലെന്ന് പറയാ ജഡ്ജിയുടെ മുമ്പിൽ. അബ്നാസർ മഅ്ദനി എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. പ്രസംഗ വേദികളിൽ മാത്രം അദ്ദേഹം വളരെ ദൂരെ പ്രസംഗിക്കുന്നത് ദൂരെ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തില്. ഇതല്ലാതെ ഞാൻ അദ്ദേഹത്തോട് കണ്ടിട്ടില്ല, അദ്ദേഹത്തെ സംസാരിച്ചിട്ടില്ല. ആർമി രാജു ആരാണെന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ടുപോയി ജയിലിലടയ്ക്കുമെന്ന് പീഡിപ്പിച്ചിട്ട് പോലീസ് എന്നെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചതാ. അങ്ങനെ പോലീസ് മൊഴി കൊടുപ്പിച്ചു. ഞാനിങ്ങനെ പേടിച്ചു മൊഴി കൊടുത്തു. 3 ദിവസം ഇപ്പോ എന്നെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചു. ഞാൻ മഅ്ദനിക്കെതിരെ പറഞ്ഞാൽ എന്നെ ഗൾഫിൽ വിടാന്ന് പറഞ്ഞു. പറയാതെ പറഞ്ഞാൽ പറയുന്നതിന് വേണ്ടി എനിക്കിതേ ഒരു കെട്ട് നോട്ട് തന്നു. ഇറങ്ങുമ്പോൾ എന്റെ റബ്ബെന്നെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ശംഖുമുഖത്തൊരുമിച്ച് കൂടിയ 10,000-ങ്ങളെ അഭിമുഖീകരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ വീണ്ടും അടുത്ത കുടുക്കും മെനയുന്നത് വരെ ഈ 3 കൊല്ലക്കാലം എനിക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ഭാഗ്യം കിട്ടിയപ്പോൾ 10,000-ങ്ങളെ അഭിമുഖീകരിച്ച് പ്രസംഗിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ എന്റെ ഹബീബിന്റെ പേരിൽ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ എന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ 3 കൊല്ലമെങ്കിലും കഴിയാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ വെളിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മുരുകേശന്റെ അടുക്കൽ ഒരാൾ വന്നു. അതാരായിരുന്നു? ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ.
ഒരു ദിവസം മുരുകേശൻ കോടതിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഒരു അസ്വസ്ഥത, റൂമിലേക്ക് കയറി ഒറ്റ ചർദിൽ രക്തം ഛർദിച്ചു, ക്രോസ്, ആള് ഫീസായി. അസ്രായേൽ ഇങ്ങനെയൊക്കെയാ. മഹദനിയാണോ ആദ്യം പോകുന്നത്, ഓംകാരയ്യാണോ ആദ്യം പോകുന്നത്, പടച്ചമ്പുരാനും അസ്രായേലിനും ഒക്കെ അറിയും ആരായിരിക്കും. അപ്പൊ അതുകൊണ്ട് മക്കളെ, ഇതൊന്നും വലിയ കാര്യമല്ല. ഈ ആയത്തിൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ശരീരവും മരണത്തിന് ചുറ്റും. എന്നിട്ട് വിജയിച്ചവരാരാ? ഒന്ന് ഓർത്തു നോക്കി, ഇവരൊക്കെ എന്താ അവസ്ഥയുണ്ട്, എന്ത് ഉത്തരവാദിത്ത ബോധമാണ് ഉള്ളത്. പ്രോസിക്യൂഷൻ പറഞ്ഞത് മൊത്തം അങ്ങ് എഴുതി വെച്ചിട്ട്, അതായത് മഹദനി കേരളത്തിന് പുറത്തു പോയിട്ടുള്ള കുറെ രേഖകളൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷെ മഹദനി ഭയങ്കര ബുദ്ധിമാനാ. കേരള പോലീസിന്റെ സഹായമില്ലാതെ അവരെ പറ്റിച്ചിട്ട് മഹദനി കുടകിൽ പോയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ കേരള പോലീസിന്റെ ഒരു അവസ്ഥ എന്താ നിങ്ങളൊന്ന് ഓർത്തു നോക്കി. ഞാൻ ഈ ഒറ്റക്കാലുമായിട്ട് കുടകില് എന്റെ കൂടെയുള്ള 2 ഗൺമാന്മാരും എന്റെ കൂടെയുള്ള 4 ഹോം ഗാർഡും എന്റെ 24 മണിക്കൂറും എന്നെ നിരീക്ഷിക്കുന്നവർ. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി ഇന്നലെ ആ സാധനം കിട്ടിയപ്പോ. കേരളത്തിന് പുറത്ത് ഞാൻ പോയിട്ടുള്ളതിന്റെ ഡീറ്റെയിൽസ് വിവരാവകാശ നിയമപ്രകാരം ഹോം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയപ്പോ വായിച്ചപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താ, ഇത്രാം തീയതി ഇത്ര മണിക്ക് മംഗലാപുരത്ത് അസീസിയ മെഡിക്കൽ കോളേജിന്റെ അസീസ് സാഹിബിന്റെ, അത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു, അബ്ദുൽ അസീസിന്റെ മകന്റെ കല്യാണത്തിന് മംഗലാപുരത്ത് പോയി മഹദനി. എന്നിട്ട് ഇന്ന ഹോട്ടലിൽ താമസിച്ചു, ഇന്ന വാഹനത്തിൽ പുറപ്പെട്ടു, എന്നിട്ട് ഇത്ര മണിക്ക് വീണ്ടും തിരിച്ച് എയർപോർട്ടിലെത്തി, ഇന്ന ഫ്ലൈറ്റിൽ തിരിച്ചെത്തി. അതുപോലെ മറ്റൊന്ന്, ഞാൻ കാസർഗോഡ് പ്രോഗ്രാമിന് പോയപ്പോൾ ഒരിക്കൽ മംഗലാപുരം എയർപോർട്ടിൽ ഇറങ്ങി. എത്ര മണിക്ക് ഏത് ഫ്ലൈറ്റ് നമ്പർ, കിങ് ഫിഷറിന്റെ ഇത്ര നമ്പർ ഫ്ലൈറ്റിൽ ഞാൻ ഇറങ്ങി. എന്നിട്ട് ഇന്ന കാറിൽ ഞാൻ കയറി, ആ കാറിൽ ഞാൻ ഇന്ന സ്ഥലം വരെ എത്തി, അവിടെ അല്പസമയം താമസിച്ചു, അവിടെ റെസ്റ്റ് എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഇന്ന സ്ഥലത്തേക്ക് പോയി, ഇന്ന വീട്ടിൽ അല്പസമയം താമസിച്ചു. എന്നിട്ട് കാസർഗോഡ് ടൗണിലെ പരിപാടി പങ്കെടുത്തു, രാത്രിയിൽ ഇന്ന ഹോട്ടലിൽ താമസിച്ചു. പിറ്റേന്നുള്ള ആൾ ദർഗയിലേക്ക് ഇത്ര മണിക്കെത്തി, ഇത്ര മണിക്കുള്ള ആൾ ദർഗ സന്ദർശിച്ചു, അവിടെ ഇത്ര മണിക്കൂറിനുള്ളിൽ എയർപോർട്ടിലെത്തി, ഇത്ര മണിയുടെ ഫ്ലൈറ്റിൽ ഞാൻ യാത്ര തിരിച്ചു. ഇത്ര കൃത്യമായിട്ട് ഞാൻ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ പോകുന്ന വണ്ടിയുടെ നമ്പർ, ഞാൻ പോയ ഫ്ലൈറ്റ് നമ്പർ, ഞാൻ താമസിച്ച വീട്, എത്ര സമയം താമസിച്ച്, എത്ര സമയം കഴിഞ്ഞ് എങ്ങോട്ട് പോയി, ഇത്ര കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുമ്പോൾ അവിടെ പ്രോസിക്യൂഷൻ, ഇയാള് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ബുദ്ധിമാനാ, ചിലപ്പോൾ ഇവരെ കേട്ടിട്ട് വേറെ പോയിട്ടുണ്ടാവും കുടകിലേക്ക്. അത് മൂപ്പരെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അത് എഴുതി വെച്ചത് പോട്ടെ നോക്കാം. എന്റെ കൂടെ ഒരു കാര്യം കൂടെ എഴുതി വെച്ചിരിക്കുന്നു. എന്താണെന്നറിയോ? അബ്ദുൽ നാസർ മൗദനി എന്ന് പറയുന്ന ഇയാളിന്റെ കാൽ ബോംബാക്രമണത്തിൽ തകർന്നത് കോയമ്പത്തൂർ ബോംബ് ബ്ലാസ്റ്റ് നടക്കുമ്പോഴാണ്. എഴുതി വെച്ചിരിക്കുക. ഇന്ന് തള്ളിയ ഓർഡറിലെ CK അബ്ദുൽ അസീസ് ഫോണിലൂടെ എന്നെ വായിച്ച് കേൾപ്പിച്ചതാ ഞാൻ ഈ പറയുന്നത്. എന്റെ കാല് പോയത് കോയമ്പത്തൂർ ബ്ലാസ്റ്റിലാണ്. എന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട്. അപ്പൊ എത്ര നന്നായിട്ട് കാര്യം പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. പിന്നെന്താ സംഭവം? ഇനി എന്താ നടക്കാൻ പോകുന്നത്? നടത്തിക്കോട്ടെ. പക്ഷേ ഒരു വിധി വരുന്നതിലല്ല മക്കളെ വിജയം. ഹൈക്കോടതിയിലെ ഒരു വിധി വരുന്നതിലല്ല വിജയം. അള്ള പറഞ്ഞ ഒരു വിജയമുണ്ട്. എന്താണ്? നരകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ, നരകത്തിൽ നിന്ന് ആരെങ്കിലും ഒന്ന് മാറ്റി നിർത്തപ്പെട്ടാൽ, സ്വർഗത്തിലേക്ക് ആരെങ്കിലും ഒന്ന് പ്രവേശിക്കപ്പെട്ടാൽ, ഫഖദ് ഫാസ, അവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. ഇതാ എനിക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ദുനിയാവ് എന്താ മക്കളെ? ദുനിയാവ് മൊത്തം ശവമാണ്, അതിന്റെ പുറകിന് നടക്കുന്നത് നാരാണ്. മുത്തോളി മുഹമ്മദ് മുസ്തഫ. ഈ ദുനിയാവാകുന്ന ശവത്തിന്, ഈ ദുനിയാവാകുന്ന മോമിനീങ്ങൾക്ക് മൊത്തം ജയിലാണ് ദുനിയാവ്. ഉൾപ്പെടെയുള്ള അവിശ്വാസികൾക്ക് സ്വർഗമാണ് ദുനിയാവ്. നമുക്കൊക്കെ ദുനിയാവ് ജയില. ആ ജയിലിനകത്ത് പിന്നൊരു ജയില്, ഇത്രയല്ലേ ഉള്ളൂ. അള്ളാന്റെ റസൂല് പറഞ്ഞ ദുനിയാവാകുന്ന ജയില്, അതിനകത്ത് വേറൊരു ജയില്, ഇത്രയല്ലേ ഉള്ളൂ. അത് വലിയ ആനക്കാര്യമല്ല. അതുകൊണ്ട് നമ്മളെ ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ആഗ്രഹിക്കുന്ന എന്താ? നമ്മുടെ മനസ്സിനെ തളർത്തുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിന്റെ ഗതി നശിപ്പിക്കുക എന്നത്, നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം നശിപ്പിക്കുക എന്നത്, നമ്മളെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തകർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ മനസ്സ് തളർന്നു പോയാൽ, ഞാനിത് വളരെ ഗൗരവത്തോടെ പറയുകയാ, ഈ വിഷയം വല്ലാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഹൃദയങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നു എന്ന് എനിക്കറിയാം. 3-4 ദിവസം മുമ്പ് ഒന്ന് വളരെ സന്തോഷത്തോടു കൂടി ഉസ്താദേ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പോയ സഹോദരനെ ഇന്ന് ഞാൻ കാണുമ്പോൾ മനോനില വിട്ട നിലയിലാ കാണുന്നത്.
എറണാകുളത്ത് പള്ളുരുത്തിയിലെ സഹോദരൻ പണ്ടെന്ന് ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ അപ്പ അവന് ഭ്രാന്തായി. എന്നിട്ട് അവൻ ദീർഘകാലം ആ ഭ്രാന്തമായി നടന്നു. ഞാൻ ജയിൽ മോചിതനായപ്പോൾ അവന്റെ രോഗം മാറി, അവൻ സന്തോഷത്തോടെ വീണ്ടും ജീവിച്ചു. ഇപ്പതേ വീണ്ടും അവൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു മനോരോഗമായി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാസർഗോഡ് എന്നുള്ള എന്റെ പ്രസംഗം പണ്ടെങ്ങോ 90-ന് മുമ്പ് ISSന് മുമ്പ് കാലുള്ളപ്പോഴ് ഓടി നടക്കുമ്പോഴ് അന്നാണ് ഞാൻ ഉടുമ്പൻതലയിൽ പ്രസംഗിച്ചത്. പക്ഷേ അന്നത്തെ എന്റെ പ്രസംഗം കാരണം മനസ്സിൽ എന്നെ ഇഷ്ടപ്പെട്ട ആ പാവപ്പെട്ട സഹോദരി, 50 വയസ്സുള്ള ആ പാവപ്പെട്ട സഹോദരി ഇന്നലെ ഇവിടെ വരിക, ഗേറ്റിന്റെ മുമ്പിൽ വന്നിട്ട് കയറ്റി വിടുന്നില്ല. അവസാനം ആരുടെയൊക്കെയോ കാല് പിടിച്ച് അകത്ത് കയറി. ഇവിടെ വന്നപ്പോ അകത്ത് കയറ്റാൻ വേണ്ടി മുന്നിൽ നിന്നവർ ചോദിച്ചു, ഏതെങ്കിലും ഒരു പിരിപ്പിന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആരെ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് പാർട്ടിയായിട്ടൊന്നും ഒരു ബന്ധമില്ല. പണ്ടെപ്പോഴോ ഉസ്താദ് വന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്, പിന്നെ CD-യും കാണാറുണ്ട്. ഇപ്പൊ ഉസ്താദിന് ഈ അവസ്ഥ വന്നപ്പോ എന്റെ പെങ്ങളായത് മനോരോഗം പിടിച്ചതുപോലെ രാത്രി ഇറങ്ങി ഓടുക റെയിൽവേ സ്റ്റേഷനിലേക്ക് അന്മാർശേരിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞ് കയറ്റിവിടാൻ പറഞ്ഞ് അകത്ത് വന്നപ്പോ പൊട്ടി പൊട്ടി കരയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എല്ലാവരും ഈ കാര്യത്തിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ജുമായിക്ക് പറഞ്ഞതുപോലെ മലപ്പുറംകാരനായ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുന്നു, ഉസ്താദേ 10 ദിവസമായി വന്നിട്ട് മോളിപ്പം ആശുപത്രിയിലാ, ICUലാണ്, ഭീകരമായ അവസ്ഥയിലാ ഉള്ളത്, ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണം. ഞാൻ പറയുന്നു, പൊന്നുമോനെ നീ പോടാ, നീ പോയി മോളെടുത്ത് പോയിട്ട് നീ മോക്ക് സുഖമായിട്ട് വന്നാ മതി. അത് ഞാൻ പോവില്ല ഉസ്താദേ, എന്റെ മോൾ അവിടെ കിടന്ന് മരിച്ചാലും ഉസ്താദിന്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. അവൻ ഇറങ്ങി ഓടുക റൂമിൽ നിന്ന്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വന്നിട്ട് പറയുന്നു, ഭാര്യ ഫോൺ ചെയ്തു, ഒരു രക്ഷയില്ല, വല്ലാത്ത അവസ്ഥയിലാ. അവസാനം ഞാൻ അവനെ പിടിച്ചു നിർത്തിയിട്ട് വഴക്ക് പറഞ്ഞു, എന്റെ ഇഷ്ടവും സ്നേഹവും എന്നോടുള്ള സ്നേഹവുമാണ് നീ ഇവിടെ നിൽക്കുന്നതിന് കാരണമെങ്കിൽ ഞാനിപ്പോ ഇഷ്ടപ്പെടുന്നത് നീ നിന്റെ മോളുടെ അടുത്തേക്ക് പോകല, അതുകൊണ്ട് നീ പോ മോനെ, പോയിട്ട് നീ വാന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ ഭാര്യയും മോളും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ചെന്ന് എന്നെ കണ്ടപ്പോഴേ എന്റെ മോൾ അസുഖം മാറി, ഞാൻ എടുത്തോണ്ട് വീണ്ടും വന്നിരിക്കുക, ഭാര്യയുണ്ട് കൂടെ. എന്നിട്ട് ആ ഭാര്യയും മോളെയും ഏകദേശം ഒരാഴ്ചയോളം ഇവിടെയുള്ള ഹിന്ദു സഹോദരിയോടൊപ്പമാണ് നിർത്തിയത്. വിലാസിനി എന്ന് പറയുന്ന ഈ തൊട്ടപ്പുറത്തുള്ള പാവപ്പെട്ട സഹോദരിയുടെ വീട്ടിൽ നിർത്തിയേക്കാ ഇവിടെ വന്നത്. അല്ലാഹു തആല ചെയ്തു തന്ന വലിയ നിഅമത്തായിരുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, മനസ്സ് വിട്ടു പോകരുത്, മനസ്സ് വിട്ടു പോകരുത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നമ്മൾ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിന് തിങ്കളാഴ്ച കൊടുത്തിരിക്കുന്നത് വരെ കാത്തു നിൽക്കാനുള്ള വിവേകം കർണാടക പോലീസ് കാണിക്കുമോ എന്ന് നമുക്കറിയില്ല. അതേ അവിടുന്ന് കർണാടക പോലീസ് കൂട്ടിക്കൊണ്ടു പോകാൻ വരുമോ എന്നറിയില്ല. മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമോ എന്ന് നമുക്കറിയില്ല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ പേരിൽ ഒരു കേസ് എടുത്താൽ യാഥാർത്ഥ്യബോധത്തോടെ ആ കേസിനെ നമ്മൾ കോടതികൾ വഴിയും അല്ലാതെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാ. അതിന്റെ പേരിൽ ഒരുപക്ഷേ അബ്ദുന്നാസർ മഅ്ദനിക്ക് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വരും, കോടതിയുടെ മുമ്പിൽ ഹാജരാകേണ്ടി വരും, ചിലപ്പോൾ റിമാൻഡ് ചെയ്തു എന്നിരിക്കും, ചിലപ്പോൾ ജയിലിൽ പോയി എന്നിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അതൊന്നും ഒരു പരാജയമായിട്ട് നമ്മൾ കാണേണ്ട മക്കളെ. ആര് നരകത്തിൽ നിന്ന് മാറ്റപ്പെട്ടോ, നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടോ, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടോ, അവൻ വിജയിച്ചു. ആ ഭാഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ആ വിജയമാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അത് കിട്ടിയില്ലെങ്കിൽ പരാജയമാണ് മക്കളെ, അത് കിട്ടിയില്ലെങ്കിൽ പരാജയമാണ്. അതുകൊണ്ട് ഏത് നിമിഷമാണ് മരിക്കുന്നതെന്നറിയാത്ത, എപ്പോഴാണ് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം അടുത്ത് വരുന്നതെന്നറിയാത്ത, എപ്പോഴാണ് ദുനിയാവിനോട് വേർപെടേണ്ടി വരുന്നതെന്നറിയാത്ത, ദുനിയാവിന്റെ നൈമഷികതകളെ നേരിടേണ്ടി വരുന്നത്, എപ്പോഴാണ് ഈ ദുനിയാവിനോട് വിട പറയേണ്ടി വരുന്നതെന്നറിയാത്ത നമ്മൾ ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് ഈമാൻ കാമിലായി മരിക്കാനുള്ള ഭാഗ്യം, ആ ഭാഗ്യത്തിന് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കണം. അങ്ങനെ നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുമ്പോ നിസ്കരിക്കണം, ദിക്ർ ചൊല്ലണം, ഖുർആൻ ഓതണം, സ്വലാത്ത് ചൊല്ലണം, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചൊല്ലണം.